മധ്യപ്രദേശിൽ ഒരു കപ്പ് സിറപ്പ് മരണം കൂടി. ഇതോടെ സംസ്ഥാനത്ത് കപ്പ് സിറപ്പ് മരിച്ചവരുടെ എണ്ണം 21ആയി. മരണങ്ങൾ തുടരുന്നതിനിടെ കപ്പ് സിറപ്പ് നിർമ്മാണ കമ്പനി ഉടമ ഒളിവിലാണ്. വിവരങ്ങളുമായി PR സുനിൽ ചേരുന്നു. PR സുനിൽ, കുട്ടികളാണ് ഇരയായത്. മരണസംഖ്യ കൂടിയതിൽ വലിയ ആശങ്കയുണ്ട്. അതിനൊപ്പം തന്നെ ഈ കമ്പനി ഉടമ ഒളിവിലാണല്ലേ? രോഷ്നി, തീർച്ചയായും കമ്പനി ഉടമയെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ്. ഏതായാലും SIT ഇക്കാര്യത്തിൽ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ രോഷ്നി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഇതോടെ മരണനിരക്ക് 21ആയി ഉയർന്നിരിക്കുകയാണ്. ചന്ദ്വാഡ ജില്ലയ്ക്ക് പുറമെ തന്നെ ബീത്തുൽ എന്ന് പറയുന്ന ജില്ലയിലും ഇപ്പോൾ കുട്ടികളുടെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഇന്നലെ ദില്ലിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു. ഈ സാഹചര്യങ്ങൾ വിവരിച്ചിരുന്നു. ഏതായാലും ഈ സീസൺ എന്ന് പറയുന്ന കമ്പനി ഉടമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡയത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന രാസവസ്തുവിന്റെ അമിത അളവാണ് ഈ കപ്പ് സിറപ്പിൽ ഉണ്ടായിരുന്നത്. ആ കപ്പ് സിറപ്പാണ് ഇപ്പോൾ കുട്ടികളിൽ വ്യാപകമായി മരണനിരക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ അടിയന്തരമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. കപ്പ് സിറപ്പുകൾ കുട്ടികൾക്ക് നൽകുമ്പോൾ കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകണം എന്നത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കപ്പ് സിറപ്പ് നൽകാൻ പാടില്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വളരെ സൂക്ഷിച്ചു മാത്രമേ ഈ കപ്പ് സിറപ്പുകൾ നൽകേണ്ടതുള്ളൂ എന്ന കാര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് മധ്യപ്രദേശിൽ ഇപ്പോഴും സാഹചര്യം ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഓരോ ദിവസവും കുട്ടികളുടെ മരണനിരക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ 2 കുട്ടികൾ കൂടി മരിച്ചിരുന്നു. ഇപ്പോൾ ഒരു കുട്ടി കൂടി മരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ മരണനിരക്ക് 21ആയി ഉയർന്നിരിക്കുകയാണ് മധ്യപ്രദേശ്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. കപ്പ് സിറപ്പ് കുടിച്ചുള്ള മരണ കണക്ക് കൂടുകയാണ്.